അപ്പോൾ നമ്മളിതാ റൂമിലാണുള്ളത്. റൂമിൽ നിന്ന് പുറത്തോട്ട് സൈഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിതാ മുടിയൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതിൽ ഇന്ന് അച്ചുവാണുള്ളത്. അപ്പോൾ അച്ചുവിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുടിയൻ എന്തോ നാട്ടിലിട്ട് പോയിട്ടുണ്ട് പെട്ടെന്ന്. നമ്മൾ അച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നല്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ചു വരണം. അച്ചു എന്തോ പുറത്തോട്ട് പോയിട്ടുണ്ട്. കുറി തൊടാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു. അച്ചു വന്നിട്ടുണ്ട്. വണ്ടി എടുക്കുകയാണ്. ഓടിച്ചാടി പോവാണ് കേട്ടോ അവൻ. ഇപ്പോൾ രാവിലെ എങ്ങനെയാണ് നമ്മൾ JCB എടുക്കുന്നതെന്നൊക്കെ ഇതാ കണ്ടോളൂ. സ്റ്റാർട്ട് ചെയ്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ പമ്പലൊന്ന് ലോഡ് ചെയ്തിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുറച്ച് സെക്കൻഡ് എന്തായാലും ഒന്ന് ഹൈഡലിങ്ങിൽ ഇടുന്നത് നന്നായിരിക്കും. കാരണം എഞ്ചിൻ്റെ ടർബോയിലൊക്കെ ഓയിൽ എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അത് വണ്ടിക്കും നല്ലതാണ്, വണ്ടീൻ്റെ എഞ്ചിന് നല്ലതാണ്. എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡെങ്കിലും ഹൈഡലിങ്ങിൽ ഇടുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചു വണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്ന് മുന്നോട്ട് എടുത്തതിന് ശേഷം പിറകിലോട്ട് പോയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് വളച്ച് പുറത്തോട്ട് പോകാൻ. റൂമിൽ നമ്മുടെ വണ്ടി ഇറങ്ങി കഴിഞ്ഞ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ രാവിലെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് വളക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ റിവേഴ്സ് അങ്ങ് പോകും. ഇതുപോലെ വളച്ചവിടെ വെക്കും. എല്ലാ ദിവസവും ഇങ്ങനെ വളച്ച് വെച്ചിട്ട് എന്നെയും വെയിറ്റ് ചെയ്യാണ് ഇരിക്കല്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. നമ്മുടെ അച്ചുവിന്റെ വണ്ടിയിൽ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒസങ്കടി എത്തിയിട്ടുണ്ട്. ഒസങ്കടി രാവിലുള്ള കാഴ്ച ഇത്. അച്ചു പറക്കാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. സമയം ലേറ്റാന്നും പറഞ്ഞിട്ട്. ആ റോഡൊക്കെ നല്ല എമശനൊക്കെ അടിച്ച് കളറാക്കി വെച്ചിട്ടുണ്ട്. പതിവ് പോലെ നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ ഇതാ കണ്ടങ്ങനെ നമ്മൾ സൈഡിലോട്ട് പോവാണ്. നമ്മൾ ലെവൽ ചെയ്തിട്ട മൊത്തം ഏരിയ ഒക്കെ ഇപ്പോൾ ഇതാ എമശൻ അടിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒസങ്കടി ഇതാ ഉണർന്ന് വരികയാണ് കേട്ടോ. ആളുകളൊക്കെ കൂടി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുക്കണം. അപ്പോൾ നമ്മുടെ JCB ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഒസങ്കടി പാലത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ വണ്ടി രാവിലെ വെച്ചത്. ഇനി അവിടെ നിന്ന് വെച്ച് ചാവടിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒസങ്കടി പാലം മൊത്തം രാവിലെ തന്നെ ബിസിയാണ്. രാവിലെ തന്നെ ഫുള്ള് ബസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗൈസ് പതിവ് പോലെ തന്നെ ഇതാ വീണ്ടും നമ്മുടെ റോഡിൽ ഇതാ വേസ്റ്റ് കൊണ്ടുവന്ന് ചാടിയിട്ടുണ്ട് കണ്ടോ. ചാക്കാണെങ്കിൽ വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്ന് ചാടുന്നത്. ഇത് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഇതാ നമ്മുടെ ഒസങ്കടിയിൽ നിന്ന് ഉപ്പളപ്പാലത്തിലേക്ക് പോകുന്ന സമയത്ത് സർവീസ് റോഡിൻ്റെ സൈഡിലാണ് ഇതാ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ചാടിയിട്ടുള്ളത്. ചാക്ക് കണക്കിനാണ് കേട്ടോ കൊണ്ടുപോയി ചാടുന്നത്. ഇതിനൊരു പരിഹാരം ഇവിടെയുള്ള നാട്ടുകാരെ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം
നമുക്കിതിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഡെയിലി രാത്രി നമ്മളിവിടുന്ന് വർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങളുടെ റോഡാണ് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാടാണ് ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. പഞ്ചായത്ത് അധികൃതരുമായിട്ട് സംസാരിച്ചിട്ട് നടപടികൾ സ്വീകരിക്കുക. മൊത്തത്തിൽ വേസ്റ്റാണ് കേട്ടോ. ഇതേ നമ്മുടെ റോളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ പണി തുടങ്ങി. നമ്മുടെ ഗ്രേഡർ ഇത് ഇവിടുന്ന് കറക്റ്റ് ലെവൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കമ്പനി വസ്തുത റോഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കിനിതാ നല്ല കളർഫുള്ളായിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. മൊത്തം ഇങ്ങനെ ലെവലടിച്ച് പോവാണ്. ബേക്കിലൊക്കെ നമ്മുടെ കൈയാണ്. ഇത് നമ്മുടെ മേസ്തിരിയാണ് കേട്ടോ, മോഹനാട്ടനാണ് ഈ ഏരിയ ഇപ്പോൾ കൺട്രോൾ ചെയ്തത്. അപ്പോൾ അത് ഇത്രത്തോളം നമ്മൾ ലെവലാക്കി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ GSP ഒക്കെ അടിച്ച് റെഡിയാക്കണം. അപ്പോൾ ഈ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ഒസങ്കടിയിലേക്ക് നല്ല കൂളായിട്ട് കാര്യം വരാൻ പറ്റും. മർജിൻ പോയിന്റ് പോയി നേരെ ഒസങ്കടി പാലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു കാര്യം പറ്റും. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ ഈ പണി തീർക്കേണ്ട ഒരു പരിപാടിയാണ്. ഇത് നേരെ അങ്ങോട്ട് വെളുത്ത് വരുന്നുണ്ട്. സൂര്യപ്രകാശം ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ മേഘമുള്ളത് കൊണ്ടാണ്. സൂര്യൻ ഇങ്ങനെ മേഘത്തിനൊക്കെ ഉരുക്കി മാറ്റി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെയിലായിരിക്കും, നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒസങ്കടി പാലം അതാ അവിടെ കാണാം. മുകളിലായിട്ട് ബസ് ആളെയൊക്കെ കരുതുന്ന കാണാം. അതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, സർവീസ് റോഡിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേഡർ സബ്ഗ്രേഡ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പാട് നമ്മൾ അടുത്ത GSP WM ഒക്കെ ഇട്ടതാ ഈ ഒരു ഏരിയ മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുവഴി സിമ്പിളായിട്ട് ഇനിയിപ്പോൾ ഒസങ്കടി മുകളിലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇതാ മുകളിൽ ചെറിയൊരു ലെയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഐറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മേസ്തിരി ഇതേ മോഹനാട്ടം മുന്നിലായിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ മൊത്തം ഒരു കയറൊക്കെ കെട്ടി ലെവലൊക്കെ ഇതാ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലെവലും കറക്റ്റ് ചെക്ക് ചെയ്ത് മാത്രമേ നമ്മൾ അടുത്ത പണി തുടങ്ങുള്ളൂ. നമ്മുടെ മോഹനാട്ടം മൊത്തം ലെവലൊക്കെ ചെക്ക് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ആ ലെവലൊക്കെ നോക്കി നമ്മുടെ ഗ്രേഡറും ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതാ ഗ്രേഡറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ മോഹനാട്ടനും ടീമും ലെവലൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 1 സെൻറ്റി ആണെങ്കിൽ 1 സെൻറ്റി പൊക്കണം, ഇല്ലെങ്കിൽ 1 സെൻറ്റി താത്തണമെങ്കിൽ 1 സെൻറ്റി താത്തണം. അപ്പോൾ അതൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രത്തോളം നമ്മൾ ലെവലാക്കി വരുന്നുണ്ട്. അവിടെ വരുന്ന കല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്കർ ക്ലിയറാക്കി വരുന്നുണ്ട്. നമ്മുടെ റോളറും കാര്യങ്ങളൊക്കെ അത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ലെവലാക്കിയതിന് ശേഷം മൊത്തം റോളർ അടിച്ച് സെറ്റാക്കണം. നമ്മുടെ ഗ്രേഡർ വഴി ചെയ്താ ഇവിടുന്ന് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ സൈഡിലോട്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ലൈഡും നമ്മുടെ വർക്കേഴ്സൊക്കെ അതാ ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട് ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വണ്ടി ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. കാരണം പഠിക്കാനുള്ള മിഷനാണ് കേട്ടോ. ഫ്രണ്ടിലായിട്ട് വീണ്ടും അത് അവർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെവൽ ചെക്ക് ചെയ്യുന്നു. 2 സെൻറ്റ് താത്താൻ പറഞ്ഞു. ഇപ്പോൾ 2 സെൻറ്റ് താത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യവും ഈ പയ്യൻ്റെ അടുത്താണ് കേട്ടോ. പയ്യാണിപ്പോൾ 2 സെൻറ്റ് താത്താൻ വേണ്ടി പറയുമ്പോൾ 2 സെൻറ്റ് ഇവിടുന്ന് താത്തി കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് അവരിങ്ങനെ ലെവലിങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രേഡർ നല്ല കട്ട് ചെയ്ത് പോകുന്നുണ്ട്. മണ്ണൊക്കെ നല്ല ഉറപ്പാണ് കേട്ടോ.
സൈഡിലുള്ള മണ്ണൊക്കെ നമ്മുടെ വർക്കർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെൻറ്റി ഹൈറ്റ് യാസിയാണ് ഇവിടെ. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വയ്യ ഇതാ ഇത്രത്തോളം ലെവലാക്കി. അപ്പോൾ കുറച്ച് മണ്ണ് ഇവിടെ ബാലൻസ് ഉണ്ട്, അത് നമ്മളിതാ കോരിയിട്ട് സൈഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അളവിൽ കൂടുതലുള്ള മണ്ണാണ്. ചെറിയ ചെറിയ കനാണ് കേട്ടോ, മാറേണ്ടതായിട്ടുള്ളൂ. 1 സെൻറ്റി 2 സെൻറ്റി ആ കനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേഡറിൻ്റെ അവസാന പണിയും കഴിഞ്ഞു. ഇനി ഒറ്റ റൗണ്ട് കൂടി ബ്ലേഡ് വെച്ച് വലിച്ചാൽ മൊത്തം ഫിനിഷായി. അപ്പോൾ നമ്മുടെ ഗ്രേഡർ ഇതാ 1 സെൻറ്റി 2 സെൻറ്റി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട മണ്ണാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മളിപ്പോൾ കോരി ഒഴിവാക്കണം. നമ്മുടെ ബക്കറ്റിൽ ഇതാ മണ്ണ് കോരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേഡറിൻ്റെ ബാക്കിലായിട്ട് കൊണ്ടുപോയി തട്ടണം. അപ്പോൾ ഈ പണി കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മൊത്തം ക്ലിയർ ആക്കാൻ. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ വാരി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇതാ ഇവിടെ റോളർ അടിച്ച് സെറ്റാക്കുകയാണ്. റോളറിൻ്റെ വൈബ്രേഷനിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കറക്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. വൈബ്രേഷൻ ഓൺ ചെയ്താൽ മൊത്തത്തിൽ സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നം വരും. അപ്പോൾ ഇതാ ഇത്രത്തോളം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രേഡർ ഇതാ ദൂരമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേസ്തിരി ഇതാ ഇതുവഴി കടന്നു പോകുന്നുണ്ട്, മോഹനേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ റോഡൊക്കെ നല്ല തരത്തിൽ ബിസിയാണ്. വണ്ടിയൊക്കെ ചറമറ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജസ്റ്റിനിതാ പറന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് സൗണ്ടിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ സൗണ്ടിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. നല്ല രീതിയിലുള്ള ഭൂമി കുലുക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ കാഴ്ച നമ്മുടെ മണ്ണുമായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ആശാരിൻ്റെ വണ്ടിയാണ് കേട്ടോ. ആശാരി ഇതാ വണ്ടിയിൽ നിന്ന് മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രേഡർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ മണ്ണിലുള്ള ചെറിയ വേരും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്കർ ഇതാ ഇവിടെ നിന്ന് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ വേരോ കച്ചറകളോ ഒന്നും ഈ മണ്ണിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പം ഇന്ന് തന്നെ ഇതിൻ്റെ പരിപാടി മൊത്തം ക്ലിയർ ആക്കണം, എന്നാലാണ് നമുക്ക് റോഡിൻ്റെ പണി പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലോറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മോൾഡും കാര്യങ്ങളൊക്കെ കയറ്റി പോവാണ്, നമ്മുടെ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ സ്ഥലത്തായിട്ട് നമ്മുടെ ഡ്രെയിനേജിൻ്റെയൊക്കെ പണി ചെയ്യാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ ഇതാ ഇവിടുന്ന് ലോഡാക്കിയിട്ട് പോവാണ്. അപ്പം മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ മഴ പെയ്താലും മാത്രമേ പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വർക്ക് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെയിലൊക്കെ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആശാരിയുടെ വണ്ടി പിന്നെയും വന്നിട്ടുണ്ട് മണ്ണുമായിട്ട്. ഇതേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ചായ കുടിക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ നമ്മുടെ ആശാരിയുടെ വണ്ടിയിൽ മണ്ണ് തട്ടാൻ വേണ്ടി പോവാണ്.
മണ്ണ് തട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ മണ്ണൊക്കെ തട്ടിയിട്ടുണ്ട്. ഓ, മൊത്തം പണിയാണ്. വെയിലൊക്കെ കൂടി കേട്ടോ. നമ്മുടെ ആശാരിന്റെ വണ്ടിയിൽ നിന്ന് ലോഡ് തട്ടിയിട്ടുണ്ട്. വരുന്നതൊക്കെ ഇവിടുന്ന് ഒരു കൊമ്പ് അതിൽ കാര്യമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ വർക്കർ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം ഇതിൽ വെക്കൂല. നോക്കിയും നമ്മുടെ മണ്ണ് നോക്കി ഒരു സാധനം ഉണ്ടാവില്ല. മണ്ണ് മാത്രമേ ഉണ്ടാവും. വേരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ആയി കളയും. കാരണം അത് പിന്നെ നമുക്കൊരു ദോഷമാണ്. അങ്ങനത്തെ വേരോ കാര്യങ്ങളൊന്നും നമ്മുടെ മണ്ണിൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വർക്കർ ഇതാ നോക്കി നോക്കി ക്ലിയർ ആക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശാരിൻ്റെ വണ്ടി പോയി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഹൊസങ്കടിയുടെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് അച്ചു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പൈപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ രജിചാറിൻ്റെ ലോറി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ ഇറ്റാച്ച് ഇതാ ഇവിടെ വന്ന് കിടപ്പുണ്ട്. JCBക്ക് ഇതാ ഇവിടം വരെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ട് വീതിയില്ല. അപ്പോൾ ബാക്കി കട്ടിംഗ് ഒക്കെ നമ്മുടെ വിഷ്ണുവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇറ്റാച്ചി 20 ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ മൊത്തം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ബസ്സോ കാര്യങ്ങളൊക്കെ പോകാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് ഈ റോഡിൻ്റെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകാതിരിക്കുക. താഴെക്കൂടെ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുടിവെള്ളത്തിൻ്റെ പൈപ്പൊന്നുമല്ല. നമ്മളിതാ ഈ വീട്ടിലൊക്കെ വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. ഈ കാണുന്ന വീട്ടിലൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറുന്നതെല്ലാം ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രെയിനേജിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പൈപ്പൊക്കെ ഇട്ടാണ് സർക്കാർ ഇത് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചു ഇതാ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രത്തോളം ഏരിയയിൽ നമ്മൾ പൈപ്പൊക്കെ ഇട്ട് ശരിയാക്കിയതാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ 20 രംഗത്തേക്ക് ഇറങ്ങും. ബസ്സൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് ചെറിയ പരിപാടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. റോഡിലൂടെ നല്ല വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പൈപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ക്രെയിനിൽ തൂക്കിയാണ് നമ്മൾ പൈപ്പൊക്കെ ഇടുന്നത്. JCBയുടെ പണി കഴിഞ്ഞു. JCB ഇനി അവിടെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ 20 വരുന്നുണ്ട്. 20 ആണ് അവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോറിയും അതുപോലെ തന്നെ 20യും ഒഴിവാക്കുകയാണ്. അപ്പോൾ അതാ ദൂരത്തായിട്ട് നമ്മളെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. വെയിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. നല്ല പൊരിയുന്ന സഹാറ മരുഭൂമി പോലത്തെ വെയിലാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഫുള്ള് കാറൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് ബസ്സുകാരൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആളുകൾ റോഡിൻ്റെ മുകളിൽ വണ്ടി വെച്ച് പോകാതിരിക്കുക. അപ്പോൾ നമ്മുടെ ജയിച്ചാണ് ലോറി ഇതാ പോവാണ്. അതുപോലെ തന്നെ നമ്മളെ 20 കട്ടിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം പണി തന്നെ. നമ്മളൊരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പൈപ്പ് അത്രത്തോളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പൈപ്പ് ഇടണം. അപ്പോൾ നമ്മളെ 20 ഇറ്റാച്ച് പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വിഷ്ണു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോബ്കേരിൻ്റെ ബക്കലിലോട്ട് ഇങ്ങനെ മണ്ണ് കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് തട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് കോരി അപ്പുറം കൊണ്ടുപോയി തട്ടുക. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ JCB വെക്കാൻ പറ്റില്ല. ചെറിയ വീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പണി എടുക്കുന്നത്. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറ്റാച്ചിൻ്റെ ഈ ബേക്കിൽ കാണുന്ന ആ ഏരിയ വരെ മാത്രമേ നമുക്ക് കട്ടിയും കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇറ്റാച്ച് ഇതാ മൊത്തം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 20 ഇവിടുന്ന് കട്ട് ചെയ്ത് പോവാണ്. നമ്മുടെ പോക്കറ്റിൻ്റെ ബക്കലിലിട്ട് ആ മണ്ണിൽ ലോഡാക്കി ഇടുന്നുണ്ട്. നമ്മൾ ടിപ്പർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൈഡായിരുന്നു മാറിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിപ്പറിലോട്ടാണ് നമ്മൾ ഇറ്റാച്ച് ലോഡ് ചെയ്യുക.
ടിപ്പറിലോട്ട് ലോഡായിക്കൊണ്ടിരിക്കണം കേട്ടോ. വലിയൊരു കുണ്ടാണ്. ഇനി ഒരു 10 മീറ്ററോളം കട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഇത്രത്തോളം പൈപ്പൊക്കെ ഇട്ട് ഇതാ ഇവിടെ പൈപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വിഷ്ണു പൈപ്പിടാൻ വേണ്ടിയിട്ടുള്ള ട്രെൻഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മതിലിൻ്റെ അരിക്കായിട്ടാണ് അവിടെ JCBയുടെ കൈ തായില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇറ്റാച്ചി ഇറക്കിയത്. ഇതാകുമ്പോൾ അതിൻ്റെ ബക്കറ്റ് കറക്റ്റാണ്, അധികം വീതിയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. മൊത്തത്തിൽ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു, എന്നാലും ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ കഴിച്ച് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടം നമ്മുടെ വീട്ടിൽ അവിടേക്കൊന്ന് സൈഡിലെ മണ്ണൊക്കെ ഒന്ന് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്.